إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم فمن يعص الله ورسوله فقد ضل ضلالا مبينا ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും കൽപ്പനകളും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും പകർത്തിയും പാലിച്ചും അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടുവാൻ പരിശ്രമിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനും ഈദുൽ ഫിത്റും എല്ലാം കഴിഞ്ഞ് നമ്മളും നമ്മുടെ കുടുംബവും മക്കളുമെല്ലാം സന്തോഷത്തിന്റെ മറ്റൊരു അവധിക്കാലം ആഘോഷിച്ചു തുടങ്ങിയിട്ടുള്ള, അതല്ലെങ്കിൽ ആഘോഷിക്കാനിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അവധിക്കാലമാണ്. മക്കളെ കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. എന്നാൽ അവധിക്കാലം ഒരു പ്രശ്നമുള്ള കാലമാണ് എന്ന് ചിന്തിക്കാനും പാടില്ലാത്തതാണ്. കാരണം അവധിക്കാലം അനുഗ്രഹമാണെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമതാനി മഅബൂദുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് അനുഗ്രഹങ്ങൾ, അതിലധികം ആളുകളും വഞ്ചിതരാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത്, ഒന്ന് ആരോഗ്യവും ഒന്ന് ഒഴിവ് സമയവുമാണ്. ഈ ആരോഗ്യത്തെയും ഒഴിവ് സമയത്തെയും അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയത് രണ്ട് അനുഗ്രഹങ്ങളെന്ന്. അപ്പോൾ ഒഴിവ് സമയം എന്ന് പറഞ്ഞാൽ ഒരു തലവേദനയുടെ മാസമായിട്ടോ അല്ലെങ്കിൽ ഒരു അപകടം പിടിച്ച മാസമായിട്ടോ ഒന്നും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടാനില്ല. എന്നാൽ അതീവ ജാഗ്രത നിർബന്ധമുള്ള സമയവുമാണ് എന്ന് നമ്മൾ മറന്നുപോകാനും പാടില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ വരുന്നതിന്റെ മുമ്പായി 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ട് അദ്ദേഹം എണ്ണിയിട്ടുള്ളത്, ശബാബക ഖബ്ല ഫഖ്രിക വസിഹ്ഹതക ഖബ്ല സഖ്മിക വഗിനാക ഖബ്ല ഫഖ്രിക വഫറാഗക ഖബ്ല ശുഗ്ലിക വഹയാതക ഖബ്ല മൗതിക. അല്ലാഹുവിന്റെ റസൂൽ എണ്ണി
പ്രായമാകുന്നതിന്റെ മുമ്പ് നിന്റെ യുവത്വം, രോഗത്തിന്റെ മുമ്പ് നിന്റെ ആരോഗ്യം, ദാരിദ്ര്യത്തിന്റെ മുമ്പ് നിന്റെ സമ്പന്നത, തിരക്കാകുന്നതിന്റെ മുമ്പുള്ള നിന്റെ ഒഴിവു സമയം, മരണത്തിന്റെ മുമ്പുള്ള നിന്റെ ജീവിതം, ഈ 5 കാര്യവും നിങ്ങൾ നേടിയെടുക്കണം, ശ്രദ്ധിക്കണം. മറ്റ് 5 കാര്യം വരുന്നതിന്റെ മുമ്പ് ഈ 5 എണ്ണം നിങ്ങൾ കരുതി മുതലാക്കിയെടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിന്റെ അടിമകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നഫ്സിനെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്ന പാപികൾക്ക് ഒരുക്കിയിരിക്കുന്ന നാറുക്കും ജുസ്ഉൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തീഗോളങ്ങൾ എടുത്തു നോക്കിയാൽ നരകത്തിന്റെ 70 തീ ജ്വാലകൾ 70 ഘടകങ്ങളിൽ അതൊരു ഭാഗം മാത്രമാണ്, അതൊരു ഒറ്റ ഭാഗം മാത്രമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് നരകത്തിന്റെ ഭീകരത ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലേ? വല്ലാത്തൊരവസ്ഥയാണ്. ലഹും മിൻ ഫൗഖിഹിം ദുലലുൻ വമിൻ തഹ്തിഹിം ദുലൽ എന്നാണ് നരകത്തെ പറഞ്ഞത്. മുകളിൽ നിന്ന് വലിയ തീജ്വാലകൾ കത്തി ജ്വലിക്കുമ്പോൾ അതൊരു തട്ടായി 2 തട്ടായി ഇങ്ങനെ കിടക്കണം. നമ്മൾ മുകളിൽ നിന്ന് അത് കത്തും. വമിൻ തഹ്തിഹിം ദുലൽ, അടിഭാഗത്തും അതിന്റെ അഗ്നിജ്വാലകൾ കത്തി ഉയർന്നുകൊണ്ടിരിക്കും. അതിന്റെ തീപ്പൊരികൾക്ക് ഒരു വലിയ കൊട്ടാരത്തിന്റെ വലുപ്പമുണ്ടാകും ഓരോ തീപ്പൊരിയും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെ പറ്റി വിശദീകരിച്ചത് പണ്ഡിതരിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നഫ്സിനെ കരുതുന്നത് പോലെ നമ്മുടെ കുടുംബക്കാരെയും നരകത്തിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ജാഗ്രത സത്യവിശ്വാസികളായ രക്ഷിതാക്കളെ നമുക്ക് നിർബന്ധമാണ്. നമ്മുടെ മക്കൾ നമ്മുടെ പുന്നാര മക്കളാണ്. എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത്. പിന്നെ അവരെ ആരാണ്? അവരുടെ മാതാപിതാക്കളാണ് അവരെ എന്താക്കുന്നത്? അവരെ യഹൂദികളാക്കുന്നതും മജൂസികളാക്കുന്നതും അവരെ നസറാനികളാക്കുന്നതും ഒക്കെയും അവരുടെ മാതാപിതാക്കളാണെന്ന് അവർ നന്നാക്കുന്നത് ആരാണെന്നല്ല പരിചയപ്പെടുത്തിയത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അവരെല്ലായിടത്തേക്കും വഴിതെറ്റിപ്പോകുന്ന തരത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കളോടൊപ്പം ചെലവഴിക്കാനുള്ള 2 മാസത്തെ അവധി രക്ഷിതാക്കളായ നമുക്കും വന്നിട്ടുണ്ട് എന്ന ഒരു ബോധ്യവും കൂടി അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. മക്കൾക്ക് മാത്രമല്ല അവധി, അവരോടൊപ്പം ചെലവഴിക്കാനുള്ള ഏറ്റവും നല്ല സുഹൃതമുള്ള സന്തോഷമുള്ള 2 മാസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് മാതാപിതാക്കളായ നമ്മളും കൂടി പ്ലാൻ ചെയ്യണം. കാരണം മക്കൾക്ക് വീട്ടിൽ കളിച്ചു നടന്നും ഉമ്മാന്റെയും ബാപ്പന്റെയും ഫോണും ടാബും അതുപോലെ ലാപ്ടോപ്പും ഉപയോഗിച്ച്, അതല്ലെങ്കിൽ കളിക്കൂട്ടുകാരന്മാരായ നല്ലവരായ തമ്മാടികളായ താന്തോന്നികളായ ഏതെങ്കിലുമൊക്കെ ആളുകളുടെ കൂടെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന് തീർക്കാനുള്ളതല്ല 2 മാസം. മറിച്ച് നമ്മുടെ പൊന്നോമന മക്കളെ ഏറ്റവും ഫ്രീ ആയിട്ട് നമ്മുടെ കൈകളിൽ കിട്ടുന്ന അവരുടെ മുഖത്ത് നോക്കാൻ, അവരുടെ കണ്ണിന്റെ നിറം നോക്കാൻ, മുഖത്തിന്റെ നിറം നോക്കാൻ, അവരുടെ ക്ഷീണം നോക്കാൻ, അവരുടെ നഖങ്ങൾ നോക്കാൻ, അവരുടെ കാൽവിരലുകൾ നോക്കാൻ, കൈവിരലുകൾ നോക്കാൻ, ജനിച്ച ലാബർ റൂമിൽ നിന്നും ആ നേഴ്സ് കൊണ്ടുവരുന്ന കുഞ്ഞിനെ എല്ലായിടത്തും നോക്കിയതുപോലെ 10 വയസ്സായ 12 വയസ്സായ 8 വയസ്സായ തന്റെ മകൾ വലുതായിട്ടുണ്ട്, അവളുടെ മുടി വലുതായിട്ടുണ്ട്, അവളുടെ തടി നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ അവളെ ഒന്ന് ശരിയാക്കാനുണ്ട്, അവനെ ഒന്ന് ശരിയാക്കാനുണ്ട് എന്നൊക്കെ നിരീക്ഷണം നടത്തി അവരോടൊപ്പം സാന്ത്വനത്തിന്റെ, സന്തോഷത്തിന്റെ, വിനോദത്തിന്റെ ദിനരാത്രങ്ങൾ കൊണ്ടു നടക്കാനുള്ള സുവർണവസരമാണ് ഈ അവധിക്കാലം എന്ന വിചാരം പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്കെല്ലാവർക്കും വേണം. നമ്മൾ നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവർക്ക് മാതൃകയാകുക എന്നതാണ്. കേവലം ഒരു ഉപദേശം നൽകുകയോ ഉപദേശകന്റെ മുന്നിൽ ഇരുത്തുകയോ എന്നതിന്റെ അപ്പുറത്ത് ഒരു യാഥാർത്ഥ്യ ലോകത്തേക്ക് അവരെ കൊണ്ടുപോകാൻ നാച്ചുറലായിട്ട് ഒരു സത്യവിശ്വാസി ജീവിക്കേണ്ട എല്ലാ സംവിധാനത്തെയും എല്ലാ കോണുകളിലൂടെയും നിരീക്ഷിക്കുന്ന, കോപ്പിയടിക്കുന്ന തന്റെ പുത്രൻ, തന്റെ പുത്രി എന്താണോ കോപ്പിയടിക്കേണ്ടത് എന്ന ഉൾവിചാരത്തോടുകൂടി ഒരു നല്ല മനുഷ്യനായി ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളായ നമ്മളും ഒരുങ്ങേണ്ടതുണ്ട്. അതിനുള്ള തഖ്വ ലഅല്ലക്കും തത്തഖൂൻ കഴിഞ്ഞ മാസം നമ്മൾ നേടിയെടുത്തിട്ടുള്ളതാണ്. അത് അവഗണിക്കാതെ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഏറ്റവും ഉദാത്തമായ ഒരു വിശ്വാസത്തെ, ഏറ്റവും കെൽപ്പുള്ള ഒരു ആദർശത്തെ പടുത്തുയർത്തി ഏറ്റവും വലിയൊരു കളരിയിലൂടെ നേടിയെടുത്ത പരിശുദ്ധത അത് പ്രകടമാക്കാൻ നമ്മുടെ മക്കൾ ഫ്രീ ആയിട്ട് വരികയാണ് നമ്മുടെ മുന്നിൽ.
അതും കൂടി കാണിച്ചെടുക്കാൻ പ്രിയപ്പെട്ടവരെ ആ റമദാനിന്റെ ഒരു തുടർച്ച വരുന്ന 2 മാസങ്ങളിൽ വീടകങ്ങളിൽ കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുന്ന അവസരമായിട്ട് നമ്മൾ അതിനെ കാണണം. മക്കളോട് ഉപദേശിക്കുന്നതോടൊപ്പം ആ ഉപദേശകനായ പിതാവോ ഉപദേശകയായ മാതാവോ അത് പാലിക്കുന്ന, അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളായിരിക്കുക എന്നതൊരു വലിയ മാനദണ്ഡമാണ്. അതുപോലെ തന്നെ മക്കൾ എന്താകാനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മളായിട്ടുണ്ട് എന്നൊരു ഉറപ്പും ദീനിന്റെ കാര്യത്തിൽ, മതപരമായ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മഹാനായ പണ്ഡിതൻ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ സംസാരത്തിലും പ്രവൃത്തിയിലും സത്യസന്ധത പഠിപ്പിക്കുക. അവരോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ കളവ് പറയാതിരിക്കുക. അവർക്ക് വാഗ്ദാനം നൽകുകയാണെങ്കിൽ അത് ലംഘിക്കുകയും ചെയ്യാതിരിക്കുക. അവരോട് സത്യം പറയുക, നമ്മളോട് പറയണം, രക്ഷിതാക്കളോട്. അതുപോലെ അവർക്ക് കൊടുക്കുന്ന വാക്കുകൾ പാലിക്കുക. അതിലൂടെയാണ് ഒരു വാക്ക് കൊടുത്താൽ അത് പാലിക്കപ്പെടേണ്ടതാണ് എന്ന ഒരു പാഠം നമ്മുടെ മക്കൾ പഠിക്കുക അതിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സാന്ത്വനത്തിന്റെ പ്രഥമമായ ഒരു മാർഗം നീ സ്വന്തത്തെ നന്നാക്കുന്നതിലൂടെയാണ് അതുണ്ടാകുക എന്നതാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അവരുടെ നയനങ്ങൾ നിങ്ങൾക്ക് മേൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മക്കളുടെ അവരുടെ എല്ലാം നന്മ നിങ്ങൾ ചെയ്യുന്നതും അവരുടെ തിന്മയായി മനസ്സിലാക്കുന്നത് നിങ്ങൾ ഉപേക്ഷിക്കുന്നതുമായ കാര്യങ്ങളാണെന്നാണ് പണ്ഡിതന്മാരുടെ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളിൽ നിന്ന് അവർ പഠിച്ചെടുത്തത് നന്മയായിരിക്കണമെന്നുള്ളൊരു വിചാരം നമുക്കുണ്ടാകണം. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മക്കളുടെ കൂടെ സമയം കണ്ടെത്തുക എന്നുള്ളത്. ഫോണിൽ വിളിച്ച് ഉറപ്പുവരുത്തലും വീഡിയോ കോളിൽ വിളിച്ചിട്ട് നമ്മൾ അവിടെ ഉണ്ട് എന്നാക്കലുമല്ല. ആ ഒരു നാടകത്തിലൊന്നും ഒരു പ്രസക്തിയില്ല പ്രിയപ്പെട്ടവരെ. ഒറിജിനലായി അവരുടെ അടുക്കിലേക്ക് ഒരൽപ്പം നേരത്തെ കടകൂട്ടിയാൽ എന്റെ കുട്ടികളോടൊപ്പം കുറച്ചു നേരം കിട്ടും. പകലൊരൽപ്പം ഞാനൊന്ന് വൈകിപ്പോയാൽ ചില രാവിലകൾ, ഇവരെ നമുക്ക് കിട്ടാത്ത മക്കൾ സ്കൂളിൽ പഠിച്ചിരുന്ന രാവിലകൾ, അവരോടൊപ്പം ഒരല്പസമയം ബാപ്പാൻ അവർക്കൊന്ന് കാണാൻ, ഉമ്മയെ അവർക്കൊന്ന് കാണാൻ, അങ്ങനെയുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് മക്കളോടൊപ്പം അവരുടെ സംസാരങ്ങൾ കേൾക്കാൻ, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ, അവരുടെ ഐഡിയോളജി അറിയാൻ, അവരുടെ പ്ലാനുകൾ മനസ്സിലാക്കാൻ, അവരുടെ അഭിരുചി മനസ്സിലാക്കാൻ, ഇതിനെല്ലാമുള്ള അവസരമായി പ്രിയപ്പെട്ടവരെ നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടികളെ കളിപ്പിക്കാനെടുത്ത സമയത്തെ, ആ സാഹചര്യത്തെ, അതിന് കൊടുത്ത പരിഗണനയൊക്കെ സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഈ 2 ചെവി കൊണ്ട് ഞാൻ കേൾക്കുകയുണ്ടായി, എന്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 2 കൈകൾ കൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെയോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയോ കൈപ്പടങ്ങളിൽ റസൂലുള്ളാഹി പിടിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിന്റെ മുകളിൽ ഈ കുട്ടിയുടെ പേരക്കുട്ടിയുടെ കാലുകൾ രണ്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു കയറാൻ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കൈപിടിച്ചിട്ട് ആ ഉപ്പാപ്പയുടെ കാലിലൂടെ ഇങ്ങനെ മകൻ കയറുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിൽ തന്റെ കുട്ടികളുടെ പേരക്കുട്ടിയുടെ കാലെത്തുന്നതുവരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ ഇങ്ങനെ കയറ്റി. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ വായ് തുറക്കാൻ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ചുംബിച്ചു. എന്നിട്ട് അല്ലാഹുവോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ നീ ഇവനെ ഇഷ്ടപ്പെടണമേ, ഞാൻ തീർച്ചയായും അല്ലാഹുവേ ഇവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് നൽകേണ്ട തർബിയത്തിൽ ഏറ്റവും പ്രധാനമായതാണ് തർബിയത്തുൽ ഈമാൻ. കുട്ടിയെ ഈമാനുള്ളവരാക്കി പഠിപ്പിക്കുക. കുട്ടികളെ ഈമാനിന്റെ ഡ്രസ് ഇട്ടിട്ടോ ഈമാനിന്റെ വീട്ടിൽ കിടത്തിയിട്ടൊന്നും കാര്യമില്ല. അവന്റെ ഉള്ളിലെ ഈമാൻ, അത് സിറ്റുവേഷൻഷിപ്പ് കൊണ്ട്, ഒരു സിറ്റുവേഷൻ നന്നാക്കിയത് കൊണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. ഏത് സിറ്റുവേഷനിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മകനായി മകളായി നമ്മുടെ മക്കൾ മാറണമെന്നുള്ള വിചാരം പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് ഓരോരുത്തരും ഓരോ ലൈഫാണ്, അവരവരുടെ ഇഷ്ടത്തിലേക്ക് നമ്മൾ വിടുകയാണ്. നിങ്ങൾ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ഒരു ലൈഫുണ്ട്. ആ ലൈഫാണ് നമ്മുടെ ചോയ്സ്. അതാണ് നമ്മുടെ മൈ ലൈഫ് മൈ ചോയ്സ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ലൈഫാണ് മൈ ലൈഫ്, അവർ ലൈഫ്. അതാണ് നമ്മുടെ ചോയ്സ്. അതിന്റെ അപ്പുറത്ത് നമ്മളുടെ ഏതെങ്കിലും ഈ അവസാന കാലഘട്ടത്തിൽ ജനിച്ച് ദീനെന്താണെന്നും ദുനിയാവെന്താണെന്നും അള്ളാനെയും അള്ളാന്റെ ഗൈബിയായ ശക്തിയെയും മനസ്സിലാക്കാത്ത മനുഷ്യൻ താൻ സാങ്കല്പികമായി ഉണ്ടാക്കി വെച്ച ഒരു സുഖത്തിന്റെ സന്തോഷത്തിന്റെ ലോകമല്ല നമ്മുടെ ചോയ്സ് എന്ന് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയോ, ഒരു ചരിത്രം ഞാൻ ഓർക്കുകയാണ്. ജുലൈബീബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ജുലൈബീബിന്റെ ചരിത്രം വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സഹാബത്തിന്റെ കൂട്ടത്തിൽ
നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ തീരെ കാണാൻ രസമില്ലാത്ത വിരൂപിയായ രൂപത്തിൽ മുഖങ്ങളൊക്കെയുള്ള, തനിക്കൊരു ദാമ്പത്യമോ തനിക്കൊരു സുഖത്തിന്റെ ജീവിതമോ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച ഒരു സഹാബി ഉണ്ടായിരുന്നു, ജുലൈബീബ്. ആ ജുലൈബീബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വലിയ മനുഷ്യനായി വന്ന് നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അല്ല ജുലൈബീബ്, നിങ്ങൾക്ക് വിവാഹമൊന്നും കഴിക്കേണ്ട വലിയ മനുഷ്യനായില്ലേ? ജുലൈബീബ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ആര് തരാനാണ് ഈ മുഖമുള്ള എനിക്ക്? എവിടുന്ന് പെണ്ണ് കിട്ടാനാണ് റസൂലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പസമയം മൗനിയായിട്ട് പ്രവാചകൻ പറഞ്ഞു, ജുലൈബീബ്, ഇന്ന കുടുംബത്തിൽ ഇന്ന തറവാട്ടിലേക്ക് നീ നടന്നു ചെല്ലുക, എന്നിട്ട് അവരോട് പറയുക അല്ലാഹുവിന്റെ റസൂൽ അയച്ചതാണെന്ന്. ജുലൈബീബ് പോവാണ്. എവിടേക്കാ പോകുന്നറിയോ? വലിയ കുടുംബ, എന്താ പറയാ, പ്രതാപമുള്ള കുടുംബത്തിലെ വലിയ സുന്ദരിയായ ഒരു മകളുടെ രക്ഷിതാക്കളുടെ അടുക്കലേക്ക് ജുലൈബീബ് പോയില്ല. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരാം. അവര് ആ പിതാവാകെ അത്ഭുതപ്പെട്ടു. ഇയാൾക്ക് എങ്ങനെ വരാൻ തോന്നി? എങ്ങനെ ഇങ്ങോട്ട് കടന്നു വരാൻ തോന്നി? മാതാവിന് തോന്നി എങ്ങനെ കടന്നു വരാൻ തോന്നി? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അയച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് ഇയാളോട് മകളെ ചോദിക്കാൻ. ഈ ജുലൈബീബ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ കൂട്ടാക്കിയില്ല. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ആ വീട്ടിന്റെ അകത്തുള്ള പെൺകുട്ടി വന്നിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലാണ് അയച്ചതെങ്കിൽ അത് അല്ലാഹുവിന്റെ സജ്ഞപ്രകാരം ആജ്ഞപ്രകാരമല്ലാതെ ഉണ്ടാവില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹിം. സൂറത്ത് അഹ്സാബിലെ 36-ാമത്തെ വചനം. നമ്മുടെ മക്കൾക്ക് ഇരുത്തിയിട്ട് ചൂണ്ടുവിരലുകൾ കൊണ്ട് മലയാളത്തിലെ തഫ്സീർ ഇങ്ങനെ കൈകൊണ്ട് വരച്ച് കാണിച്ച് വായിപ്പിച്ചു കൊടുക്കേണ്ട ആയത്താ പ്രിയപ്പെട്ടവരെ. എന്താ പറയുന്നതെന്നറിയോ? സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അല്ലാഹുവും റസൂലുവും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ കാര്യത്തെക്കുറിച്ച് അവർക്ക് മറ്റൊരു മൈ ചോയ്സ് ഉണ്ടാകാൻ പാടില്ലെന്ന് ഖുർആൻ. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിന്റെ പശ്ചാത്തലം പോലെ ആ പെൺകുട്ടി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചതാണെങ്കിൽ നമ്മൾ നോ പറയാൻ പാടില്ല. പെൺകുട്ടിയുടെ മറുപടിയാണെന്ന ചരിത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ലൈഫും നമ്മളുടെ ലൈഫ് സ്റ്റൈലും നമ്മളുടെ ജീവിതത്തിന്റെ പ്ലാനും വരയ്ക്കേണ്ടത് നമ്മളല്ല പ്രിയപ്പെട്ടവരെ. അത് വരച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. അത് രാത്രി പകലിനെ പോലെ പ്രശോഭിതമായ രൂപത്തിൽ ഏറ്റവും നല്ല ഘടനാപരമായി തിരുത്തേണ്ടതില്ലാത്ത വിധത്തിൽ, കുറവാകേണ്ടതില്ലാത്ത വിധത്തിൽ, ആളുകൾക്കിടയിൽ നിർലജ്ജം ഏറ്റവും അന്തസ്സോടെ പ്രതാപത്തോടെ ഏറ്റെടുക്കാൻ പറ്റിയ രൂപത്തിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചിട്ടുണ്ട്. അതല്ലാത്തത് പറ്റൂലാന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അത് മാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, ഇനി അല്ലാഹുവിനോടും റസൂലിനോടും ആരെങ്കിലും അത് അനുസരണക്കേട് കാണിക്കുന്ന പക്ഷം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണെന്നറിയോ? അവർ പഴച്ചുപോയിരിക്കുന്ന, അവർക്ക് കഠിനമായ ശിക്ഷയായിരിക്കുമെന്ന തരത്തിലാണ് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്കത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ അല്ലാഹുവിന്റെ അടിമകളാണ്. ഏത് ഒറ്റക്കായാലും കുടുംബത്തോടൊപ്പമായാലും അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ എല്ലാ നിലക്കും അല്ലാഹുവിനെ സൂക്ഷിക്കണം. നമ്മൾ എവിടെയായാലും യാ ബുനയ്യ ഇന്നഹാ ഇൻദകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. എവിടെയായാലും ശരി അല്ലാഹു കൊണ്ടുവരും, അല്ലാഹു കണ്ടുപിടിക്കും, അല്ലാഹു അറിയും. ഈ ഒരു കാര്യം നമ്മുടെ മക്കൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെയാകുമ്പോഴാണ് മക്കൾക്ക് സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു ഈമാൻ കടന്നു വരിക എന്ന് മനസ്സിലാക്കുക. രണ്ടാമത് തർബിയത്തുൽ അമലിയ, തർബിയത്തുൽ ഇൽമിയ, ഇൽമിയായ തർബിയത്ത്, ഏറ്റവും നല്ല ഇൽമ കൊടുക്കാൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ ഇൽമ തരേണമേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്ര കണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ, അല്ലാഹുവേ ഞാൻ നിന്നോട് ശരണം തേടുന്നു, മിൻ ഇൽമിൻ ലാ യൻഫ, ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട്. ഏതാണ് ഈ ഇൽമ്? നിങ്ങൾ ആലോചിക്കുക. ഭൗതികമായി പറയുകയാണെങ്കിൽ ഹലാലായി ഒരാൾക്ക് സമ്പാദിക്കാൻ പറ്റിയ രൂപത്തിലൊരാള് ഭൗതികമായ ഒരു വിജ്ഞാനം നേടുകയാണെങ്കിൽ പോലും അത് ഹലാലായി അവനെ സമ്പാദിക്കാൻ സഹായിക്കുന്ന ഒരു വിജ്ഞാനമായിരിക്കണം. അല്ലെങ്കിലോ പാരത്രിക ലോകത്ത് അവൻ രക്ഷപ്പെടുന്ന വിജ്ഞാനം, അത്
അടിസ്ഥാനപരമായിട്ട് അവൻ നേടിയെടുക്കുകയും വേണം. ഭൗതികമായിട്ട് ഒരാൾ ഒരു കാര്യം നേടുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറയേണ്ടതില്ല. പക്ഷെ എന്താണ്, ആ ഭൗതികമായ വിജ്ഞാനത്തിലൂടെ അവൻ ചെയ്യുന്ന ജോലിയും അവന്റെ സമ്പാദ്യവും അള്ളാഹുവും റസൂലും അനുവദിച്ച, ഇഷ്ടപ്പെട്ട, നമുക്ക് അർഹതപ്പെട്ട, നമുക്ക് അവകാശപ്പെട്ട, നമ്മുടെ ദീന് നമുക്ക് അനുവാദം തന്നിരിക്കുന്ന വരുമാനത്തിനുള്ള ജോലിക്ക് വേണ്ടിയിട്ടുള്ള പഠനമല്ലാത്തൊരു പഠനം വേസ്റ്റാണ് പ്രിയപ്പെട്ടവരെ. ഇതാണ് അതിന്റെ ശരിക്കുള്ള ചുരുക്കം. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇതാണ് അതിന്റെ ശരിക്കുള്ള ചുരുക്കം. അത്തരത്തിലാണ് നമ്മൾ ഇൽമ് നേടിയെടുക്കേണ്ടത്. ഇനിയോ തർബിയത്തുൽ അമലിയ്യ, ഏതൊരു കർമ്മം നിർവഹിക്കുമ്പോഴും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കർമ്മങ്ങൾ നിർവഹിക്കാൻ, പഠിപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങൾ നിർവഹിക്കാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്തെല്ലാമാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത്. പുതിയ പുതിയ കോഴ്സുകൾ നമ്മൾ കേൾക്കുകയാണ്, പുതിയ പുതിയ വേർഡുകൾ നമ്മൾ കേൾക്കുകയാണ്, അല്ലേ? നാട്ടിൽ മുഴുവനും എല്ലാവിധ ലഹരിയും കുത്തൊഴുകയാണ്. നമ്മൾ വിചാരിച്ച റമദാനിലെങ്കിലും ഒരു അല്പം കുറവുണ്ടാവുന്ന കേട്ടില്ലേ? റമദാനിലും എല്ലാ ദിവസത്തെ ന്യൂസുകളിലും ലഹരിയെ പറ്റി പറയാനേ ഉള്ളൂ. റമദാൻ മാസത്തിലെങ്കിലും നമ്മുടെ സമുദായം ഉണ്ടാവില്ലെന്നൊരു വെറുതെ ഒന്നുപോലും വിചാരിച്ചവർ തെറ്റുപറ്റി. എല്ലാ ദിവസവും ഉള്ള ന്യൂസുകളിൽ നമ്മുടെ കൗമാണുള്ളത്. മുസ്ലിം നാമധാരികൾ, മുസ്ലിം കുടുംബത്തിൽ പിറന്നവർ, മദ്രസകളിൽ പഠിച്ചവർ എന്ന് പറഞ്ഞാൽ ദീനിയായി വളർന്നു വരേണ്ടവരെ ശ്രദ്ധിക്കേണ്ടടുത്ത് ശ്രദ്ധിക്കാത്തത് കൊണ്ടും അള്ളാഹുവിനെ പറ്റിയുള്ള സൂക്ഷ്മതയെയും ഭയത്തെയും പറ്റി അവർക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടും അവരെ പിശാചുക്കൾ കൊണ്ടുപോവാൻ കൂട്ടാളികളായ കാട്ടാളന്മാർ അവരെ തട്ടിയെടുക്കുകയാണ് നമ്മുടെ പിന്നാര മക്കളെ. ചെറുതായി രുചിപ്പിച്ച് അവരതിന്റെ ആളുകളാകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇൽമുകൾ നേടുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഒരു MSc കെമിസ്ട്രിക്കാരൻ ആ കോഴ്സ് പഠിക്കുന്നത് ഒരിക്കലും ഒരു MDMA മിക്സ് ചെയ്യാൻ ആവരുത്. ഒരു BSc സ്റ്റുഡൻസ് എപ്പോഴും ഒരു സയൻസ് സ്റ്റുഡൻസ് അത് സയൻസ് പഠിക്കുന്നത് അവന്റെ സിറിഞ്ചിന്റെ ഉപയോഗം ഒരു ലഹരി കുത്തിവെക്കാനുള്ള സിറിഞ്ചിന്റെ ഉപയോഗത്തിലേക്ക് ചുരുങ്ങാൻ പാടില്ല. മറിച്ച് അതിനെതിരെ നിലകൊള്ളാനും അതിന്റെ ആളുകളെ രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ടായിരിക്കണം ഈ പറഞ്ഞ കോഴ്സുകളിലൂടെ ആ മനുഷ്യൻ നേടണം. എന്ന് പറഞ്ഞാൽ അവൻ നേടിയിരിക്കുന്ന വിജ്ഞാനം സമൂഹത്തെ സംരക്ഷിക്കാനും ഇതിൽ പെട്ടുപോയിരിക്കുന്ന ആളുകൾ ആവരിച്ചു കിടക്കുന്ന അപകടത്തെ പറഞ്ഞുകൊടുക്കാനും അവരെ കൈക്ക് പിടിക്കാനും സാധിക്കുന്ന തരത്തിലുള്ള ഇൽമാണ് അവിടേക്ക് വരേണ്ടത്. ഇന്നത്തെ അവസ്ഥ എന്താണ്? നമ്മൾ ഓരോ കുട്ടികളെയും ശ്രദ്ധിച്ചില്ല നിങ്ങൾ? ഫാഷനുകൾ എന്ന് നമ്മൾ പറയുമെങ്കിലും ഫാഷനിൽ നിന്നൊക്കെ വിട്ടിട്ട് തമ്മാടികളായ രൂപത്തിൽ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, വലിയ മുടിയും വലിയ തലയും എന്താ പറയാ വലിയ പാന്റും വലിയ വികൃതമായ വലിയ വലിയ ചെയിനുകളും ഒക്കെ കയ്യിലിട്ട് അതുപോലെയുള്ള വണ്ടിയും അട്ടഹസിക്കുന്ന ശബ്ദങ്ങളുള്ള ടൂ വീലറുകളുമായി ക്യാമ്പസുകളിൽ ക്ലാസ് മുറികളിൽ കയറാതെ വികാരത്തോടുകൂടി കുട്ടികളുടെ മുന്നിൽ വെച്ച് പുകവലിക്കുന്നവരൊക്കെയാണ് ഇന്നത്തെ സ്റ്റാറുകളായി ക്യാമ്പസുകളിൽ വലസുന്നത്. അവർക്ക് മാർക്കറ്റാണ്. കുട്ടികളുടെ മുന്നിൽ മാത്രമല്ല, അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും മുന്നിൽ അവർക്ക് മാർക്കറ്റ് ഉണ്ടാവുകയാണ്, അവർക്ക് ആളുകൾ ഉണ്ടാവുകയാണ്, അവരെ കാണാൻ അവരെ ആസ്വദിക്കാൻ ആൾക്കൂട്ടങ്ങൾ രൂപപ്പെടുകയാണ് ക്യാമ്പസുകളിൽ. സ്വാഭാവികം അവർക്ക് മാർക്കറ്റ് വരുമ്പോൾ ഈ നിശബ്ദരായി സൂക്ഷ്മാലുക്കളായി ജീവിക്കുന്ന നമ്മുടെ മക്കൾക്കും ആ ട്രെൻഡിലേക്ക് പോകേണ്ടതായ അവസ്ഥ വരും. പെൺകുട്ടികളുടെ അവസ്ഥ എന്താ? വേഷത്തിന്റെ കഥകൾ നമ്മൾ എല്ലാ ഖുതുബകളിലും കേൾക്കാറുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ബാംഗ്ലൂരിന്റെ തെരുവോരങ്ങളിൽ ഉടുതുണിയില്ലാത്തതുപോലെ നടക്കുന്ന പെൺകുടിമാരെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അവരെ വിട്ടേക്കുക. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ബീജത്തിൽ പിറന്ന മക്കൾ, നമ്മുടെ വീടകങ്ങളിൽ പോലും ഇടുന്ന ഡ്രസ്സുകളിൽ പെട്ടെന്ന് കയറി വരുന്ന അതിഥിക്ക് കാണാൻ പറ്റാത്ത ഭാഗങ്ങൾ പുറത്തു കാണിച്ചുകൊണ്ട് വീട്ടിനകത്താണല്ലോ എന്ന് സമാധാനിച്ച് ജീവിക്കുമ്പോഴും ഏതെങ്കിലും ഒരു അവിചാരിത സന്ദർഭത്തിൽ കയറി വരുന്ന ആൾക്ക് കോളിംഗ് ബെല്ലുകൾ തുറന്നു കൊടുക്കുന്ന പെൺകുട്ടിയുടെ ട്രൗസറിട്ട കാലുകൾ അന്യപുരുഷന്മാരും അന്യ കുടുംബക്കാരും കാണുന്ന അവസ്ഥയിലേക്ക് വരെ വീട്ടകങ്ങളിലല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പോലും ആ അപകടത്തെ ആ രക്ഷിതാവും ആ ഉമ്മയും ഭയപ്പെടുന്നില്ല എന്നതുകൊണ്ടാണ് അതിലേക്ക് പോകുന്നത്. നമ്മൾ പാടില്ല എന്ന് പറയുന്ന പല വേഷങ്ങളും ഉള്ളിൽ പാടുണ്ട് എന്ന ഫത്വയിൽ പല സംഗതികളും ഉപയോഗപ്പെടുത്തുന്നുണ്ട് വീടകങ്ങളിൽ എന്നാകുമ്പോൾ അവർ ഡെയിലി അത് ഉപയോഗിക്കുമ്പോൾ അവർക്ക് അതിന്റെ അഡിക്ഷൻ വരികയാണ്. പിന്നീട് അവർ താല്പര്യപ്പെടുന്നത് എന്താ? അതുപോലുള്ള വേഷങ്ങൾ വാങ്ങുകയും എന്നിട്ട് ആളുകളെ കാണിക്കാൻ അതിന്റെ ഉള്ളിലൊരു ഇന്നറോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയും അവർ ജീവിത നൗകകളിൽ അവർ നീങ്ങി മുന്നോട്ട് ഗമിക്കുമ്പോൾ അവർ സ്വന്തം കാലിൽ നിൽക്കുന്ന അവസ്ഥയിൽ വന്നാൽ അവർക്ക് സ്വന്തം വരുമാനങ്ങൾ വന്നു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ സംഗതികളെല്ലാം അയച്ചുമാറ്റി ഏറ്റവും മോശമായ വേഷവും ലൈഫ് സ്റ്റൈലും. കാരണം എന്താ, നല്ല ഇസ്ലാഹി കുടുംബത്തിൽ വീട്ടിന്റെ അകത്ത് നിന്ന് ഇതൊക്കെ എനിക്ക് പാസ്സായി കൊടുത്തിട്ടുണ്ട്. അത് പുറത്തേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ ഈ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പറന്നു തുടങ്ങുന്ന അന്നു മുതൽ അവന്റെ സ്വാതന്ത്ര്യമായിട്ടാണ് അവൾ പഠിച്ചു വെക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മുതിർന്ന കുട്ടികളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതും അവർക്ക് സ്വതസിദ്ധമായ ശൈലിയിൽ നമ്മളൊക്കെ വളർന്നു വരുന്നത് പോലെ അതോടുകൂടി വളരാൻ കഴിയാത്തതും അതുകൊണ്ടാണ്. അല്ലേ, ആളുകളുടെ ഇതൊക്കെ വൈബാന്ന് പറയാ. വൈബ് ആലോചിക്കൂ, ഒരു കൊല്ലം മുമ്പ് നമ്മൾ കേൾക്കാത്തൊരു പദം എന്ന് വേണമെങ്കിൽ പറയാം. വൈബ് എന്താണ് ഈ വൈബ്? വൈബ് എന്ന പദം ഇംഗ്ലീഷിന്റെ ഡിക്ഷണറികളിൽ പണ്ടേ സ്ഥാനം പിടിച്ചു കിടക്കുന്ന പദമാണ്. പക്ഷെ ആരും യൂസ് ചെയ്തിട്ടില്ല. എന്നാൽ 10-30 വർഷക്കാലം പാശ്ചാത്യ സംസ്കാരങ്ങളിൽ ഈ വൈബ് എന്ന പദം വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ടത്രേ. അവിടുത്തെ ടീനേജേഴ്സ് അവിടുത്തെ DJ പാർട്ടികളിലും ഡാൻസുകളിലും ആണും പെണ്ണും ഇടകലർന്ന് രമിച്ച്, അതുപോലെ എന്താ പറയാ, ഇപ്പൊ നമ്മുടെ MDMA നമ്മൾ പ്രത്യേക ഒരു അർത്ഥം പറയുന്നുണ്ടല്ലോ. എന്താണ് ഏറ്റവും വലിയ സുഖം കണ്ടെത്തുക, അതിന്റെ ഒരു ഉത്തുംഗതയിലെത്തുക. ഇവർ ഇതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് ഡാൻസ് ആടി പാടി സെക്സും ലഹരിയും മദ്യവും മദിരാശിയുമൊക്കെയായി അടിച്ചു പൊളിച്ച് നിറവർണ്ണങ്ങളുള്ള കളർ ലൈറ്റുകൾക്ക് മുമ്പിൽ, DJ ലൈറ്റുകൾക്ക് മുമ്പിൽ, RGB ലൈറ്റുകൾക്ക് മുമ്പിൽ വലിയ മ്യൂസിക് സിസ്റ്റത്തോടുകൂടി അവർ താളമേളകളിൽ അവരുടെ അഭിരുചിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം അവരുടെ ഓരോ അവയവങ്ങളും താളമേളങ്ങൾ അവരെ ആസ്വദിപ്പിക്കുമ്പോ അവർ കൊണ്ടുവരുന്ന പദത്തെ ആളുകൾ ചോദിക്കും, അവർ പറയാൻ ഇതൊരു വൈബാണ്. ആ വൈബാണ് ഇന്നത്തെ നമ്മുടെ മക്കളുടെ വായിലൂടെ വന്നിരിക്കുന്ന വൈബ്. അവർ കാണുന്നെന്താ, സുഖത്തിന്റെ ലോകമാണ്. അവരുടെ വിഷയം എന്താണ്? അടിച്ചു പൊളിക്കണം. അവരുടെ ജീവിതത്തിന്റെ അവരുടെ ലക്ഷ്യം എന്താണ്? അടിച്ചു പൊളിക്കണം. കാരണം എന്താ, അവിടേക്കാണ് ഈ പറഞ്ഞ ലഹരി പദാർത്ഥങ്ങളുടെ പ്രവേശനം കയറി വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. ഈ അവധിക്കാലത്ത് നമ്മൾ നോട്ട് ചെയ്യുക പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കുട്ടികൾ കളിക്കാൻ പോയാൽ അവരുടെ കൂടെ നിൽക്കുന്ന കളിക്കാരാരാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വളരെ മനോഹരമായ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സുഹൃത്തിന്റെ മതത്തിലായിരിക്കും. അതിനാൽ ഓരോരുത്തരും ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നതെന്ന് നോക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ തിരുമുദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടി കേടുവരാൻ സാധ്യതയുള്ള ഒരു സംഘത്തിലേക്കാണോ ഈ അവധിക്കാലത്ത് അവന്റെ കൂട്ടുകൂടൽ പോകുന്നത് എങ്കിൽ അവൻ കേടുവരും എന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, MDMA എന്ന് പറഞ്ഞാൽ എക്സ്റ്റസി എന്നൊക്കെ അതിനൊരു അർത്ഥം വെക്കും. എന്താ, ഉന്മാദം. ആ ഉന്മാദം കിട്ടാൻ വേണ്ടിയിട്ട്, ഉന്മാദം കിട്ടാൻ ആ ഒരു പ്ലഷറിന്റെ റിലീസിങ്ങിന് വേണ്ടിയിട്ട് അൺകൺട്രോൾഡ് ആയിട്ട് സുഖം ഇങ്ങനെ കിട്ടണം അവന് മ്യൂസിക്കിന്റെ സുഖം, ലഹരിയുടെ സുഖം, പുകവലിയുടെ സുഖം, സെക്സിന്റെ സുഖം, അതുപോലെ താളമേളങ്ങളുടെ ഡാൻസിന്റെ സുഖം, ലഹരി പദാർത്ഥങ്ങളുടെ ഉന്മാദത്തിന്റെ സുഖം. അതിനു വേണ്ടിയിട്ട് അവൻ ഇതുപോലെയുള്ളതിലേക്ക് പ്രവേശിക്കുകയാണ്. അവർ ഇതുപോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സുകൾ ഉപയോഗിച്ചിട്ട് അടിച്ചു പൊളിക്കുകയാണ്. ഇവിടെ പാശ്ചാത്യ സംസ്കാരങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് അതവുള്ള കുടുംബത്തിൽ ജീവിച്ച അതവുള്ള മഹാന്മാരും നേതൃത്വം നൽകിയ നമ്മുടെ നാടകങ്ങളിലേക്ക് ഈ വിജ്ഞാനദാഹികൾ കാലം നീങ്ങി സഞ്ചരിച്ചവർ മൺമറഞ്ഞു പോകുമ്പോഴേക്കും കയറി വരുന്ന തിന്മകൾ എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓരോ സംഘടനയിലും ഓരോ പ്രസ്ഥാനങ്ങളിലും പരിഷ്കർത്താക്കളായി വന്ന പണ്ഡിതന്മാർ ഈ നാട് വിടുമ്പോൾ, പണ്ഡിതന്മാർ നാട് നീങ്ങുമ്പോൾ, അവർ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ, വിജ്ഞാനികളായ ആളുകൾ ഇല്ലാതാകുമ്പോൾ കയറി വരുന്ന ഉൽമ് എത്ര വലുതാണ് എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് അതിനെ നിയന്ത്രിക്കാനായോ? ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ വിജ്ഞാനത്തിന്റെ സദസ്സുകളും വിജ്ഞാനത്തിന്റെ ഗോപുരങ്ങളും എണ്ണം കുറയുമ്പോൾ, ക്ലാസുകൾ ഇല്ലാതാകുമ്പോൾ, ക്യാൻസൽ ചെയ്യപ്പെടുമ്പോൾ, ഖുർആൻ ക്ലാസുകൾ നടത്താൻ പറ്റാത്ത വിധത്തിൽ കമ്മിറ്റിക്കാർ കൈമലർത്തുന്ന തരത്തിൽ ആളുകൾ വരാതിരിക്കുമ്പോൾ എന്താ തിരിച്ചവിടെ പ്രവേശിക്കുന്നത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ? നമ്മുടെ ഓരോ മക്കളുടെയും സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരിങ്ങനെ പ്രപഞ്ചത്തിൽ പറന്ന് നടക്കണം, സ്വതന്ത്രമായി നടക്കണം. സുഖത്തിന്റെ ഒരു ലോകത്ത് അവർക്ക് എവിടെയാണോ സുഖം കിട്ടേണ്ടത് അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? അവർ മ്യൂസിക്കിന്റെ അഡിക്ഷനിൽ, അതുപോലെ ലഹരിയുടെ അഡിക്ഷനിൽ, പുകവലിയുടെ അഡിക്ഷനിൽ എല്ലാം മറന്ന് സ്വന്തം ഉമ്മയെയും പെങ്ങളെയും പോലെ തിരിച്ചറിയാത്ത വിധത്തിൽ അവർ വല്ലാത്തൊരു ലോകത്തെ, ഉന്മാദത്തിന്റെ ലോകത്തേക്ക് വരികയാണ്. അവരുടെ സെക്സ് ഡ്രൈവ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവരുടെ മുന്നിൽ ആരാണോ ഒരു പെൺരൂപമായി വരുന്നത് അവർ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന തലത്തിലേക്ക് അവരുടെ മസ്തിഷ്കത്തെ പാകപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു റെസ്ട്രിക്ഷൻസും അവിടെ ഉണ്ടാവുന്നില്ല. സാധാരണ നമ്മൾ പറയാറില്ലേ, ഒരു ഉമ്മാന്റെ പാല് കുടിച്ച്, അമ്മിഞ്ഞ പാല് കുടിച്ച് ഓക്സിറ്റോസിൻ സ്വീകരിച്ചവരാണ് അതേ ഉമ്മാന്റെ അമ്മിഞ്ഞ പാല് കുടിച്ച് അതേ അമ്മിഞ്ഞപ്പാലിലൂടെ അതേ ഓക്സിറ്റോസിൻ സ്വീകരിച്ച ഒരു പെണ്ണിനോട് യാതൊരു കാരണവശാലും ലൈംഗികമായ ഒരു ദാഹമോ വിചാരമോ വരില്ലെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി പഠിപ്പിച്ചു തന്ന വൽ വാലിദാതു യുർദിഅന ഔലാദഹുന്ന
ഔലാദഹുന്ന എന്ന ആയത്തിന് ഗവേഷണം നടത്തി വിശഗ്ധന്മാർ പ്രഖ്യാപിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മസ്തിഷ്കത്തെ തകർത്ത് കളയാൻ, ഉന്മാദങ്ങൾ അധികരിക്കാൻ വേണ്ടിയിട്ട് തലച്ചോറിലെ ഡോപ്പമിൻ പോലെയുള്ള സെറോട്ടോണിൻ പോലെയുള്ള സന്തോഷത്തെ ഉണർത്തുന്ന ചില സെല്ലുകളെ ഈ മരുന്നുകൾ വെച്ചിട്ട് അനിയന്ത്രിതമായി വരും. സന്തോഷങ്ങളുടെ പ്രത്യേകത എന്താ? ഒരു മനുഷ്യർക്ക് ഒരുപാട് കുറെ നേരം സന്തോഷിക്കാൻ കഴിയില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ വരുന്ന സന്തോഷം ഒരു നിശ്ചിത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കും, കുറെ പിന്നെ കഴിക്കാൻ കഴിയില്ല. സെക്സിങ്ങൾക്ക് നമുക്ക് കിട്ടുന്ന സന്തോഷം, ഇണയോട് ചേരുമ്പോഴുള്ള സന്തോഷം ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമുക്ക് നിൽക്കുകയാണ്. കളിയോടുള്ള സന്തോഷം, കളി ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ ആ സന്തോഷത്തിന്റെ അവസ്ഥ ഇല്ലാതാവൻ, ആ താല്പര്യം ഇല്ലാതാവൻ. സന്തോഷം അങ്ങനെയാണ്. ഇത് സന്തോഷത്തെ നിലനിർത്താൻ എന്ത് ഈ മരുന്നുകൾ കൊടുത്തിട്ട് സന്തോഷം നമുക്ക് തന്നിരുന്ന തലച്ചോറിലെ ഈ സെല്ലുകളെ MDMA പോലുള്ള സാധനങ്ങൾ ഇട്ടിട്ട് നിലനിർത്തിക്കൊണ്ടുവരാൻ, എന്നിട്ട് ആവാത്ത തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ ഈ സെല്ലുകൾ അതിനുവേണ്ടി പ്രവർത്തിച്ച് ഒരു നിശ്ചിത കാലം കഴിയുമ്പം അത് ദ്രവിച്ചില്ലാതാകുന്ന ഒരവസ്ഥയാണ്. അതായത് സന്തോഷം നിൽക്കുമ്പോഴാണ് അവന് മനസ്സിലാകുക, എന്റെ സന്തോഷത്തിന്റെ ലഹരിക്കിടയിൽ ഞാൻ എന്റെ പെങ്ങളെ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എന്റെ സന്തോഷത്തിന്റെ ലഹരിക്കിടയിൽ എന്റെ വാപ്പനെ ഞാൻ കൊന്നുപോയിട്ടുണ്ട്, എന്റെ സന്തോഷത്തിന്റെ ലഹരിക്കിടയിൽ എന്റെ ഉമ്മയെപ്പോലും ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട്, മോശമായി സ്പർശിച്ചു പോയിട്ടുണ്ട് എന്നൊക്കെ ചിന്തിക്കുമ്പോഴേക്കും കാലം നീങ്ങുകയും അവന്റെ ഏറ്റവും നല്ല സുഖാനുഭൂതിയുടെ സന്തോഷത്തിന്റെ കുടുംബ ഭദ്രതയുടെ ആ ഒരു ചെയിൻ പൊട്ടിയിട്ട് അവനൊരു ഭ്രാന്തനാകുന്ന ഒരവസ്ഥയിലേക്ക് പോവാൻ. ഞാനിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്തിനാണെന്നറിയോ? നമ്മളൊരു കുട്ടിയും പ്രിയപ്പെട്ടവരത് രുചിക്കാൻ പാടില്ല. ഈ അവധിക്കാലത്ത് 2 കണ്ണുകൾ പോരാ, 10 കണ്ണുകൾ വെച്ച് ഓരോ കുട്ടിയെയും ട്യൂഷനിന് പോവുകയാണ്, ഞാൻ കൂടിയിരുന്ന് പഠിക്കാൻ പോവുകയാണ്, കമ്പൈൻ സ്റ്റഡിക്ക് പോവുകയാണ്, ഞാൻ ഒരു ഔട്ടിങ് പോവുകയാണ്, വയനാട്ടിൽ ചുരം കയറി ഓംലെറ്റ് അടിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോഴും രക്ഷിതാവേ ആ ഒരു മറുപടിയിൽ ആ മകനെ വിശ്വസിക്കുന്നിടത്തേക്ക് നമ്മൾ ചുരുങ്ങാൻ പാടില്ല. മറിച്ച് ആരോടൊപ്പം പോകുന്നു, അവന്റെ നമ്പർ വേണം, എങ്ങനെയാണ് നിങ്ങൾ പോകുന്നത്, നമ്മുടെ വണ്ടി വേണോ, ആളെ വേണോ, ഞങ്ങൾ വരണോ എന്നൊക്കെ പറഞ്ഞ് പരമാവധി ട്രേസ് ചെയ്യാൻ. അല്ലെങ്കിൽ ആ ട്രിപ്പുകൾ നമുക്ക് കുടുംബത്തോടൊപ്പം ആക്കിക്കൂടെ എന്ന് പറഞ്ഞ് കേവലം ഒരു ചുരം കാണലാണ് നമ്മുടെ മകന്റെ ലക്ഷ്യമെങ്കിൽ പാപ്പന്റെ കൂടെ പോയാലും ആ ചുരം കാണും, അല്ലേ? കാണും പ്രിയപ്പെട്ടവരെ. അതിന് നിൽക്കാത്ത മകനെ പറഞ്ഞു മനസ്സിലാക്കിയവൻ തെറ്റാനുള്ള ചാൻസ് ഉണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തുന്നിടത്താണ് ഈ അവധിക്കാലം വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കുക. അല്ലാഹു നമ്മുടെ മക്കളെ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെയധികം വേദനാജനകമായ അവസ്ഥയാണ് ഓരോ കുടുംബങ്ങളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ഭീഷണിപ്പെടുത്തുകയാണ്, എന്നെ കൊള്ള നിങ്ങൾ വന്നാൽ, എന്നെ നിങ്ങൾ ഉപദേശിച്ചാൽ വാപ്പയെന്ന് ഞാൻ നിങ്ങളെ വിളിക്കില്ല, നിങ്ങൾക്ക് ജീവൻ നിലനിൽക്കണമോ എന്നെ കൊള്ള വല്ലാതെ വരരുത് എന്ന് ചൂണ്ടവരിൽ ചൂണ്ടിയിട്ട് നൊന്തുവറ്റ ഉമ്മയോടും വാപ്പയോടും കയർത്ത് സംസാരിക്കുന്ന മക്കളായി ഒരുപാട് മക്കൾ ഉയർന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ജാഗ്രത ഉണ്ടാകേണ്ടത്. കേവലമായ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഇതിനെ നിങ്ങൾ കാണരുത്. ഇത് വന്നു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്ത് ഏറ്റവും വലിയ 2-3 ദുരന്തങ്ങൾ ശേഷമേ ആ ഒരു കേസ് ആ കുടുംബത്തിൽ നിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ അവധിക്കാലത്ത് ദീനിയായ ഒരു പശ്ചാത്തലം ഒരുക്കാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മൾ തീരുമാനിക്കണം. അതിനുള്ള സാഹചര്യവും കഴിവും അറിവും ഈമാനും നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അവധിക്കാലത്തേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മുടെ മക്കളുടെ കാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തുകയും എന്നാൽ അവരെയൊക്കെയും ഒരു അപകടകാരികളായിട്ടോ ഉപദ്രവകാരികളായിട്ടോ കണ്ടുകൊണ്ടുള്ള ഒരു സമീപനം ഉണ്ടാവാതിരിക്കുന്നതും ഏറ്റവും ബുദ്ധിപൂർവമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾ നല്ല മക്കളാണ്. എല്ലാവരും നല്ലവരാണ്. അവരറിയാതെ പിശാചുക്കൾ കൊണ്ടുപോകും. അവരറിയാതെയാണ് ഈ തിന്മകളിലേക്ക് വീണു പോകുന്നത്. അത് വീണ് കഴിഞ്ഞാൽ പിന്നെ അവരതിന്റെ അഡിക്ഷനിൽ ജീവിച്ചു പോവുകയാണ്. അതുകൊണ്ട് ഇവിടേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് മതപരമായ ചർച്ചകളും മൂല്യങ്ങളും അവർക്ക് സന്തോഷം കിട്ടുന്ന അള്ളാഹുവും റസൂലും അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ സമയം കണ്ടെത്തുകയും അവർക്ക് ചിരിക്കാൻ നമ്മളടുത്ത് സൗകര്യമുണ്ടാകണം, അവർക്ക് തമാശകൾ കേൾക്കാൻ നമ്മളടുത്ത് സൗകര്യമുണ്ടാകണം, അവർക്ക് ടൂർ പോകാൻ നമ്മളടുത്ത് സംവിധാനമുണ്ടാകണം. അങ്ങനെ എല്ലായിടത്തും അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചതുപോലെ എല്ലാ തമാശകൾക്കിടയിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചതുപോലെ ഏത് നിലക്കും നമ്മൾ ഇടപെടുന്ന ഒരു നല്ല രക്ഷിതാവാകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. പ്രത്യേകം നമ്മൾ നിർവഹിക്കേണ്ട ഒരു കാര്യം ഇന്റർനെറ്റിന്റെ, അതായത് ഫോണിന്റെ ഉപയോഗം.
ഉപയോഗങ്ങൾ. ഈ ഉപയോഗത്തിന് കയ്യും കണക്കുമില്ലാത്ത വിധം അവർ പോവുക. അതിന്റെ സെർച്ച് എഞ്ചിനിൽ നമ്മളൊക്കെ ഇപ്പൊ ഉമ്മമാരൊക്കെ എന്താണ്, എങ്ങനെയാ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുക, എങ്ങനെയാണ് അത് ഉണ്ടാക്കുക, ഇതുണ്ടാക്കാന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്ക് പ്രിയപ്പെട്ടവരെ ഒരു കുക്കിംഗ് ഒന്നും അവിടെ ആവശ്യമില്ല. നമ്മുടെ മക്കൾ സെർച്ച് എഞ്ചിനിൽ കയറിയിട്ട് പോകുന്ന ഭാഗങ്ങളിലേക്ക് ഒരു കാലത്തും നമ്മൾ എത്തിപ്പെടുന്നില്ല. അവർ അത്രയും ഹൈ റേഞ്ചിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അവർക്കറിയാം എന്തെവിടെ വെക്കണം, എന്തെവിടെ ഒളിപ്പിക്കണമെന്ന്. അതിനുള്ള ആളുകളുണ്ട്. ഇനിയോ മക്കളാരും സ്വന്തം കേടുവരില്ല. തൊട്ടുഭാഗത്തുള്ള ആളുകളിലൂടെ പ്രേരണയായിട്ടും മോട്ടിവേഷനായിട്ടും ഈ സുഖത്തിന്റെ കഥകൾ കേൾക്കുമ്പോൾ പോലും പ്രിയപ്പെട്ടവരെ ആളുകൾ അതൊന്ന് രുചിച്ചു നോക്കിയാലോ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ഇത്രയും ദുർബലപ്പെട്ടെടുക്കണം നമ്മുടെ മനസ്സ്. അതുകൊണ്ട് ഈമാനികമായ പരിവേഷം, ഈമാൻ എന്താണെന്ന് മക്കൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണം. അള്ളാഹു എന്താണ്, അവന്റെ ശിക്ഷകൾ എങ്ങനെയാണ്, അവൻ എങ്ങനെയാണ് ഭയപ്പെടേണ്ടത്. നമ്മൾ അള്ളാന്റെ മുന്നിൽ ആരാണ്? അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. നമ്മൾ അള്ളാന്റെ മുന്നിൽ ആവശ്യക്കാരാണ്, ദുർബലന്മാരാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു രോഗം വന്ന് മൂലക്കായാൽ നമ്മൾ ഈ നാട്ടിന് ആരല്ല പ്രിയപ്പെട്ടവരെ? ആ നമ്മുടെ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരും. ഒരു മുഖ്യമന്ത്രി രോഗിയായി മൂലക്കായാൽ മറ്റൊരു മുഖ്യമന്ത്രി വരുന്നത് പോലെ ഓരോരുത്തരുടെയും റോളുകൾ അവർ ഭംഗിയായി തുറന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ആരോഗ്യകരമായ ഒരു അവസ്ഥ വന്ന് അവർ സൈഡായാൽ ആ റോൾ നിർവഹിക്കാൻ വേറൊരാളുണ്ടാകുക. അതുകൊണ്ട് ഈ അപകടങ്ങളെ നമ്മുടെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ, അവരെ ചേർത്ത് പിടിക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരുണത്തിൽ ഏറ്റവും നല്ല ശുദ്ധിയുള്ള ഈമാനുള്ള മനസ്സുമായി റമളാൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ആളുകളാണ് നമ്മളെല്ലാവരും. അതൊരിക്കലും നമ്മൾ നശിപ്പിക്കരുത് പ്രിയപ്പെട്ടവരെ. അതിന്റെ പരിമണം നമ്മുടെ വീടകങ്ങളിൽ നിന്ന് പോകരുത്. സുന്നത്ത് നോമ്പുകൾ കൊണ്ടും കൂടിയിരിക്കുന്ന ചർച്ചകൾ കൊണ്ടും ഖുർആനിന്റെ പാരായണങ്ങൾ കൊണ്ടും ആ റമളാനിന്റെ ഒരു തുടർച്ച നമ്മുടെ കുടുംബത്തിലുണ്ട് എന്ന് ഓരോരുത്തരും മനസ്സാക്ഷിയോട് ഉറപ്പുവാങ്ങേണ്ടതുണ്ട്. ആളുകൾക്ക് മുന്നിലല്ല പ്രിയപ്പെട്ടവരെ. ഇതുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. പരിശുദ്ധ ഖുർആൻ നമുക്കെതിരെ സാക്ഷി പറയും, നമുക്ക് അനുകൂലമായും സാക്ഷി പറയും. എന്തായിരിക്കും പറയുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ആളുകൾക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ കുടുംബത്തിന്റെ ഭദ്രത ഈ അവധിക്കാലത്ത് അവരോടൊപ്പം ചെലവഴിച്ചുകൊണ്ടും മതപരമായ ചില പരിഷ്കരണങ്ങൾ നമ്മുടെ അടുത്ത് ഇല്ലാത്ത ഇന്ന കാര്യങ്ങൾ നമുക്കിനി വേണ്ട, ഇന്ന കാര്യങ്ങൾ നമ്മൾ കുറെ ആസ്വദിച്ചില്ലേ, അത് തെറ്റാണത്രേ, അത് വേണ്ടത്ര, അതിൽ എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഒരു ഗുണവുമില്ലല്ലോ എന്നൊക്കെ ചർച്ച ചെയ്ത് ബോധ്യപ്പെടുത്തി തിന്മകൾ ഓരോന്നും പറിച്ചൊഴിവാക്കി നന്മയുടെ സുഗന്ധത്തിന്റെ വീടകങ്ങളായി നമ്മുടെ വീടകങ്ങൾ മാറണം. എങ്കിൽ നിങ്ങളുടെ മനസ്സിനെ, നഫ്സിനെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ആ ഘോരാന്തരമായ നരകത്തിൽ എന്താ വഖൂദുഹാ, അവിടുത്തെ വിറകുകൾ, അവിടുത്തെ ഇന്ധനം എന്താണ്? അന്നാസു വൽ ഹിജാറ, മനുഷ്യനും അതുപോലെ ഈ കല്ലുകളും കത്തിക്കപ്പെടുന്ന നരകത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ രക്ഷപ്പെടണം. ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള നല്ലൊരു തർബിയത്ത് നമ്മുടെ മക്കൾക്ക് നൽകണം. അതുപോലെ തർബിയത്തുൽ മാലിയ, ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താ എല്ലാരും അടിച്ചു പൊളിച്ച് ജീവിക്കുക, പൈസയൊന്നും നോക്കുന്നില്ല. വാപ്പ എനിക്ക് 2000 വേണം. എന്തിനാണ്? ചെരുപ്പിനാണ്. ചെരുപ്പിന് 2000, 500 ചെരുപ്പുണ്ട്. 50ന്റെ ചെരുപ്പ് വാങ്ങിയിട്ട് പൊട്ടിക്കണ്ട. പക്ഷെ 2000ലേക്ക് പോകരുത് പ്രിയപ്പെട്ടവർ. നമ്മുടെ റസൂൽ, നിങ്ങൾക്കറിയോ, അള്ളാന്റെ റസൂലിന്റെ ചപ്പലിനെ പറ്റി അനസ് ഇബ്നു മാലിക് പറയുന്നുണ്ട്. അള്ളാന്റെ റസൂല് ചെരുപ്പ് തുന്നിയിട്ട്, അതായത് പ്രവാചകൻ ചെയ്തതുപോലെ ചെയ്യുന്ന, അരുളിയതുപോലെ പ്രവർത്തിക്കുന്ന, പ്രവാചകൻ ഉപയോഗിച്ചത് ഉപയോഗിക്കണം, അതൊക്കെ സുന്നത്തല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലായിക്കോളി. അള്ളാന്റെ റസൂൽ തുന്നിക്കൂട്ടി ചെരുപ്പ് ധരിച്ച് ജീവിച്ചാളാൻ എനിക്ക് ഒന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ നമ്മളെ ഉപ്പയും ഉപ്പാപ്പയൊക്കെ തുന്നി നമുക്ക് ഓർമ്മയുണ്ട്, നമ്മൾ തുന്നാറില്ല. ഇല്ല പ്രിയപ്പെട്ട, അപ്പോൾ മനസ്സിലാക്കേണ്ട എന്താ, അവിടെയും നമ്മളെല്ലാം വല തുബത്തിർ തബ്ദീറാണ് പറഞ്ഞില്ലേ. നമ്മൾ ആ ഒരു ധാരാളിത്തം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ഇല്ലെങ്കിൽ നമുക്ക് വലിയ പരിക്കുകളാണ് ഉണ്ടാകുക. ഈ അടുത്ത് നിങ്ങൾ കേട്ടില്ലേ, ഈ നാദാപുരം ഭാഗത്ത് എവിടെയോ തലശ്ശേരിയിൽ നിന്നെങ്ങാൻ പടക്കങ്ങൾ വാങ്ങിയിട്ട് കാറിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെറിഞ്ഞ് ആ കുട്ടിയുടെ കൈ തകർന്നുപോയില്ല. എന്താ തോന്നിയാസം? നമ്മുടെ സമുദായം പൈസ ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കുകയാണ്, പൈസ ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കുകയാണ്. എന്തിന്? ആര് നയിച്ച പൈസയാണ്? ആർക്കെല്ലാം കൊടുക്കാൻ പറ്റിയ പൈസയാണ് അല്ലേ? ആളുകൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ സമ്പത്ത്, ദാനധർമ്മം ചെയ്യാൻ പറ്റിയ സമ്പത്തൊക്കെ ആർക്കും ഇല്ലാതാക്കി അപകടങ്ങൾ വാങ്ങുകയാണ്. ഇവിടെയൊക്കെയും ആ സാമ്പത്തികമായ മര്യാദയും ഈ അവധിക്കാലത്തെ വട്ടമേശ ചർച്ചയിൽ നമ്മൾ കൊണ്ടുവരണം. എഴുതാൻ പറയണം കലണ്ടറിൽ. നമ്മളുടെ ഓരോ ദിവസത്തെ ചെലവുകൾ നിങ്ങൾ എഴുതി വെക്കും. ഓരോ ദിവസത്തെ ചെലവുകൾ എഴുതി വെക്കും. ഓരോ കുട്ടികളും ബാപ്പയോട് വാങ്ങുന്ന പണം എഴുതി വെക്കും. അവരറിയട്ടെ അവർ എത്ര പണം ചെലവഴിച്ചിട്ടാണ് ഒരു വർഷം ജീവിക്കുന്നത് എന്ന്. അവർ കണക്ക്
കൂട്ടി നമുക്ക് കൊണ്ടുവരട്ടെ പ്രിയപ്പെട്ടവരെ. അത്തരണത്തിലുള്ള ഒരു കൺട്രോൾ. കാരണം എന്താ അറിയോ, 150-200 രൂപക്ക് മത്സ്യം വാങ്ങാൻ വിചാരിക്കുന്ന ഒരു രക്ഷിതാവിന് 150 രൂപക്ക് മത്സ്യം വാങ്ങിയാലും അവന്റെ വീട്ടിലേക്ക് അറിയാവും ഈ 50 രൂപ പരലോകത്തേക്ക് മാറ്റാൻ എനിക്ക് കഴിയും. മറ്റൊരു വീട്ടിലേക്ക് ഒരു 50 രൂപക്ക് മത്സ്യം വാങ്ങിക്കൊടുത്താൽ അങ്ങനെ നമ്മുടെ പണത്തിന്റെ വലിയൊരു ഭാഗം നന്മക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനോ ചെലവഴിക്കാനോ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ആ ഒരു ഗണിതശാസ്ത്രം നമ്മുടെ മക്കൾക്ക്, ആ ഒരു മാത്തമാറ്റിക്സ് നമ്മുടെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലാതെ വിചാരിക്കുന്നതൊക്കെ കൊണ്ടേ കൊടുക്കുന്ന ഒരു വാപ്പാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കും നമ്മൾ ഉത്തരവാദിത്തം. നമ്മളൊക്കെ ചെയ്യുന്നത് അത്. കുട്ടികൾ എന്ത് ചോദിച്ചാലും കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ബേജാറാ. വാപ്പാ എനിക്കൊരു നീല ചുരിദാർ വാങ്ങി തരാന്ന് പറഞ്ഞാൽ ഇന്നലെ പച്ച വാങ്ങിയാലും ഒക്കെ ഒരു നീലനോട് ഇഷ്ടമുണ്ട് എന്ന് ചിന്തിക്കുന്ന നമ്മൾ കുട്ടികളോട് കാണിക്കുന്ന കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് അവരുടെ മോഹങ്ങളൊക്കെ നമ്മൾ തീർത്തു കൊടുക്കുക. അതിനെക്കാട്ടും വലിയ ഉത്തരവാദിത്ത പ്രിയപ്പെട്ടവരെ അവർ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളിടത്ത് കാവൽക്കാരനാവുക എന്നത് ഏറ്റവും നല്ല രക്ഷിതാവിന്റെ ലക്ഷണം. ഈ പണം വാരിയെറിഞ്ഞ് ചെലവഴിച്ച് സ്നേഹം വാങ്ങുന്നതിനേക്കാൾ നല്ലത് അവർ അപകടത്തിലേക്ക് പോകരുത് എന്നതിന്റെ ജാഗ്രതയിലേക്ക് അവരെ മതപരമായി തർബിയത്ത് നടത്തുക എന്നതാണ്. അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി വളർത്തി വലുതാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إنا نسألك العفو والعافية في الدنيا والآخرة. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. توفنا مسلما وألحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.